നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായിരിക്കുന്ന ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ 5 വയസ്സായിരിക്കുന്ന പിഞ്ചോമന സന്താനമായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന് പറയുന്ന 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൈതലിനെയും കൈപിടിച്ച് സുബ്ഹി നിസ്കാരത്തിന് മദീന പള്ളിയിലേക്ക് അതാ വരികയാണ്. അതുപോലെ കേട്ടോ, അങ്ങനെ മദീന പള്ളിയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബായ നബി അതാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബികളോട് ഒരൊറ്റ ചോദ്യം, നന്നായി കേട്ടോ, ബുഖാരിയുടെ ചരിത്രമാണ്. ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്, സ്വഹാബ, മുഅ്മിനീങ്ങളെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങളുണ്ടല്ലോ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങളുണ്ട്. എന്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും എന്റെ കണ്ണിന്റെ മുമ്പിലെല്ലാം എത്രത്തോളം മുഅ്മിനീങ്ങളുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അതാ ചോദിക്കുന്നു, സ്വഹാബ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങൾ ഉള്ളതുപോലെ തന്നെ മരങ്ങളുടെ ഇടയിലും മുഅ്മിനായിരിക്കുന്ന മരമുണ്ട്, മുഅ്മിനായ മരമുണ്ട്. ആ മരം ഏതാണ് സ്വഹാബ? എന്തൊരു ചോദ്യമാണ് ചോദിച്ച് കേട്ടോ മക്കളെ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങൾ ഉള്ളതുപോലെ മരങ്ങളുടെ കൂട്ടത്തിലും അതാ മുഅ്മിനായിരിക്കുന്ന മരമുണ്ട്. ആ മരം ഏതാണ് സ്വഹാബ? ബഹുമാനിച്ചു പഠിച്ചോളൂ. ബഹുമാനമാക്കപ്പെട്ട നല്ലപോലെ ശ്രദ്ധിച്ചോ. നിങ്ങളെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല. അതൊക്കെ ഞാൻ മിഞ്ഞാൻ അൽഹംദുലില്ലാഹ് മംഗലാപുരത്ത് വെച്ച് ഉമ്മറാജിന്റെ മുമ്പിൽ വെച്ച് 2 മണിക്കൂർ പ്രസംഗിച്ചപ്പോൾ അതിന്റെ അടുത്ത് പറഞ്ഞതാണ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങൾ ഉള്ളതുപോലെ മരങ്ങളുടെ കൂട്ടത്തിൽ മുഅ്മിനായിരിക്കുന്ന മരമുണ്ട്. ആ മരം ഏതാണ് സ്വഹാബ? സ്വഹാബികൾ ഒരക്ഷരം പോലും പറയുന്നില്ല. മരങ്ങളെ കൂട്ടത്തിൽ മുഅ്മിനായ മരമോ, മരങ്ങളെ കൂട്ടത്തിൽ മുഅ്മിനായ മരമോ? ഇതങ്ങ് പറഞ്ഞപ്പോൾ 5 വയസ്സ് പ്രായമായിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ നാവതാ പൊന്തുകയാണ്. നാവതാ പൊന്തുകയാണ്, നബിയേ, ഞാൻ പറയാ നബിയേ എന്ന ഉദ്ദേശത്തോടുകൂടെ അബ്ദുല്ലാഹി ഉമർ തങ്ങളുടെ നാവതാ പൊന്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, വാപ്പാന്റെ ഇരുത്തി മകനെങ്ങാനും പറഞ്ഞാൽ അത് അദബ് കേടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ മറുപടി പറയുന്നില്ല. വാപ്പാനെ ഇരുത്തിയിട്ട് മകനെങ്ങാനും ഉത്തരം പറഞ്ഞാൽ അത് എന്റെ വാപ്പക്ക് കേടാകുമല്ലോ എന്ന് കരുതി സുബ്ഹാനല്ലാഹ് മകനതാ മുണ്ടാതിരുന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ, മരങ്ങളുടെ കൂട്ടത്തിലെ മുഅ്മിനായ മരം അത് ഈത്തപ്പഴം ഉണ്ടാവുന്ന മരമാണ് സഹാബ. ഈത്തപ്പഴം കായ്ക്കുന്ന മരമാണ്. അതൊക്കെ നീണ്ട സമയമല്ല, വിശദീകരിക്കാൻ സമയമില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആരാണ്? ഉമർ, നന്നായി പഠിച്ച ആരാണ് ഉമർ? റമളാൻ ഷരീഫിന്റെ പകൽ സമയം, റമളാൻ ഷരീഫിന്റെ പകൽ സമയത്ത് ഒളു എടുത്ത് വന്നിട്ട് സുബ്ഹാനല്ലാഹ് സ്വന്തം ഭാര്യയെ കണ്ടപ്പോൾ ഒരു ചുംബനം അതാ കൊടുത്തു. റമളാനിന്റെ പകൽ സമയത്ത്
സ്വന്തം ഭാര്യ അന്യന്റെ ഭാര്യയല്ല. കൊച്ചിയിൽ കടന്ന കുറെ പെണ്ണുങ്ങളെ പോലത്തെ പെണ്ണല്ല. സ്വന്തം ഭാര്യയെ കണ്ടപ്പോൾ ഉമറുൽ ഖത്താബ് സ്വന്തം ഭാര്യയെ ചുംബനം കൊടുത്തപ്പോൾ റൗള ഷരീഫിന്റെ അടിഭാഗത്തിൽ നിന്ന് മുത്തുനബി അതാ വിളിച്ചു പറയുന്നു, ഉമറേ, റമദാനിന്റെ പകലാണെന്ന കാര്യം മറന്നോ ഉമറേ? والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. മദീന റൗളന്റെ അകത്ത് കിടന്ന്, റൗള ഷരീഫിന്റെ അകത്ത് കിടന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരാളും നരകത്തിലേക്ക് പോകാൻ പാടില്ല. എന്നെ ബഹുമാനിക്കുന്ന ഒരാളും നരകത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് കരുതി അള്ളാഹുവിന്റെ റസൂൽ നേരിട്ട് വിളിക്കുന്നു, ഉമറേ, റമദാനിന്റെ പകലാണെന്ന കാര്യം മറന്നോ ഉമറേ? في خد فاروق من الخلفاء خطان يسمدان من بكائي. നബിയെ, സംഭവിച്ചു നബിയെ. ഞാൻ എൻ്റെ ഭാര്യ ആയിഷാനെ കണ്ടപ്പോ, അവളുടെ ചെറിയ മുഖം കണ്ടപ്പോ റമദാനിനെ മറന്നു നബിയെ. ഇനി തെറ്റ് ചെയ്യൂല നബിയെ. നബിയെ, സംഭവിച്ചു പോയതാണ് നബിയെ എന്ന് പറഞ്ഞ ഉമറുൽ ഖത്താബ് കരഞ്ഞ് കരഞ്ഞ് രണ്ട് കവലിലും ചാല് വന്നു. മോനെ, അങ്ങനത്തെ ഉമറുൽ ഖത്താബും മകനും കൂടി കടന്ന് വീട്ടിലേക്ക് വന്നിട്ട് വാപ്പാനെ കൈപിടിച്ചിട്ട്, പഠിച്ചോ മക്കളെ, വാപ്പാന്റെ നെഞ്ചത്ത് കയറി വെടിവെക്കാൻ നോക്കണ്ട മക്കളെ. ഇബ്ലീസിന്റെ കാളമൂത്രത്തിൽ വീണിന്റെ കാഫറായി ചത്തുപോകണ്ട മക്കളെ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കാഫറാണ് മോനെ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ കാഫറാണ് മോനെ. വാപ്പ നന്നായതുകൊണ്ട് മകൻ നന്നാവുകയില്ല. നന്നായി പഠിച്ചോ, നിങ്ങളൊക്കെ നന്നാവരാണ് എനിക്കാഗ്രഹം. എന്റെ ഉപ്പ നന്നായതുകൊണ്ട് ഈ അബൂബക്കർ നന്നായടാ. എന്റെ ഉപ്പ നന്നായതുകൊണ്ട് ഈ അബൂബക്കർ പൗറുണ്ടേടാ. അല്ലാഹുവേ, എന്റെ മരണവും ഞങ്ങളെ മരണവും പൗറ് വെച്ചാക്കി തരണേ റബ്ബേ. ആ 5 വയസ്സായ പൊന്നുമകൻ വാപ്പയുടെ കയ്യതാ പിടിച്ചിട്ട്, വാപ്പയുടെ കയ്യതാ പിടിച്ച്, അവിടെ ഇരിക്കേ, കയ്യതാ പിടിച്ചിട്ട് പറയുന്നു, ഉപ്പാ, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരങ്ങളെ കൂട്ടത്തിൽ മൂമിനായ മരം ഏതാണെന്ന് ചോദിച്ചപ്പോൾ എന്റെ നാവ് കൊണ്ട് പറയാൻ വേണ്ടി വന്നു, ഓ നബിയേ, അത് ഈത്തപ്പനം കായ്ക്കുന്ന മരമാണെന്ന് എനിക്ക് പറയാൻ വേണ്ടി വന്നു നബിയേ. പക്ഷേ എന്റെ വാപ്പാനേക്കാൾ ഞാൻ വലുതാവാൻ പാടില്ല, എന്റെ വാപ്പയേക്കാൾ ഞാൻ വലുതാവാൻ പാടില്ല, എന്റെ ഉപ്പയേക്കാൾ ഞാൻ വലുതാവാൻ പാടില്ല, എന്റെ ഉപ്പയേക്കാൾ ഞാൻ സ്ഥാനം കയറാൻ പാടില്ല എന്ന് കരുതിയിട്ട് ഞാൻ മറച്ചു വെച്ചതാ.